കണ്ണൂർ വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിൽ കാരണൂർ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷെറിനെതിരെ കേസെടുത്തു. സഹതടവുകാരിയായ വിദേശ വനിതയ്ക്കാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി സജോ ദേവസ്യ. സജോ, ഒരുപാട് വിവാദങ്ങൾക്കിടെ ഈ ഷെറിൻ തടവ് കാലത്തിലുടനീളം അനുഭവിച്ച ഒരുപാട് പരോളുകളുടെ ഒക്കെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതും ഒരു നേതാവിന് തന്നെ ഷെറിനുമായി അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഷെറിൻ സഹതടവുകാരിയായ വിദേശ തടവുകാരിയെ മർദ്ദിക്കുകയാണ്. ഗംഭീരമാണ് സജോ. ഹാഷ്മി, അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി കാണേണ്ടത്. ഭാസ്കർ കാരണവർ വധക്കേസിൽ ശിക്ഷ അനുഭവിച്ചു പോരുകയാണ് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കങ്ങൾ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ, ഏറ്റവും ഒടുവിൽ സർക്കാരിന് അതിന് പച്ചക്കൊടി വീശിയത്, അങ്ങനെ അസാധാരണ വേഗത്തിൽ അവർക്ക് പുറത്തേക്ക് വഴിയൊരുക്കാനുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിച്ചതാണ്. അത് സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അടക്കം ഉണ്ടായതാണ്. അതിനിടെയാണ് ഷെറിനെതിരെ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് സഹതടവുകാരിയെ ജയിലിൽ വെച്ച് മർദ്ദിച്ചു എന്നതാണ് ഈ കേസ്. മറ്റൊരു തടവുകാരി അടക്കം 2 തടവുകാർക്കെതിരെയാണ് കേസ്. അതിൽ ഒന്നാം പ്രതി ഷെറിനാണ് എന്നതാണ്. അതിൽ പറയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഈ ജയിലിനകത്ത് വെച്ച് പരാതിക്കാരി വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത്, അതൊരു വിദേശ വനിതയാണ്, തടവുകാരിയാണ്, ഒന്നാം പ്രതി ആയ ഷെറിൻ പിടിച്ചു തള്ളുകയും ആക്രമിക്കുകയും ചെയ്തു എന്നാണ് ഈ FIR-ൽ പറയുന്നത്. രണ്ടാം പ്രതിയും സമാനമായ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി എന്നതാണ്. BNS 296, 115 ഉപവകുപ്പ് 2 എന്നിങ്ങനെ 2 വകുപ്പുകൾ ചുമത്തിയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഈ പരാതിക്ക് പിന്നാലെ, അതായത് ഈ സംഘർഷം അവിടെ ഉണ്ടാകുന്നു, അതിന് പിന്നാലെ ജയിലിലുള്ള ജീവനക്കാർ ഇടപെടുന്നു, പിന്നാലെയാണ് അത് പരാതിയായി ജയിൽ സൂപ്രണ്ടിന് മുന്നിലെത്തുന്നത്, പിന്നീട് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇവരുടെ ട്രാക്ക് റെക്കോർഡ് സംബന്ധിച്ച് നേരത്തെ മാധ്യമങ്ങളോടക്കം വിശദീകരിക്കവേ ജയിൽ ഉപദേശക സമിതി അംഗം അടക്കം ഷെറിന് ഈ കാര്യത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡാണ്. ജയിൽ മാറ്റം, പരോൾ എന്ന് തുടങ്ങി പല കാര്യങ്ങളിലും പിന്നീട് പല ഉന്നതരുടെയും സഹായങ്ങൾ ലഭ്യമായി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ പോലീസ് റിപ്പോർട്ട്, പ്രൊബേഷൻ റിപ്പോർട്ടൊക്കെ അനുകൂലമാണ്. അതുകൊണ്ടാണ് ഷെറിന് ജയിൽ മോചന ഇളവിനുള്ള ശുപാർശ നൽകിയത്. ഷെറിൻ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ ജയിൽ ഉപദേശക സമിതി അംഗം തന്നെ പിന്നീട് വിശദീകരിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരാൾക്കെതിരെയാണ് ജയിലിനകത്ത് സഹതടവുകാരിയെ മർദ്ദിച്ചു എന്നൊരു കേസ് വന്നിരിക്കുന്നത് എന്നത് കാണേണ്ടതാണ്. അതായത് ഇതൊക്കെ ഇനി പരിഗണിക്കപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ പലതരം ആരോപണങ്ങൾ, ജയിൽ മാറ്റം തന്നെ ഉണ്ടായതാണ്, പരോൾ ലഭ്യമായതാണ്, അതിനിടെ മറ്റ് മോശം സംഭവങ്ങൾ. ഇവിടെ ഒരു ജയിൽ DIGക്ക് തന്നെ ഷെറിനെ കാണാൻ സ്ഥിരമായി ജയിലിലേക്ക് എത്തുമായിരുന്നു എന്നൊക്കെ ഒരു സഹതടവുകാരുടെ വെളിപ്പെടുത്തൽ പറയുന്നത് കേട്ടു. 6ഓളം ഓർഡിനറി പരോൾ, അതല്ലാതെ ഇഷ്ടംപോലെ പരോൾ, ഇഷ്ടംപോലെ മറ്റു തടവുകൾക്കില്ലാത്ത VVIP പരിഗണന, ജയിലിനുള്ളിൽ മേക്കപ്പ്, ജയിലിനുള്ളിൽ ഫോണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യപ്രകാരം തന്നെ ഷെറിന് ജയിലിലേക്ക് എത്തിച്ചിരുന്നു എന്ന് സഹതടവുകാരി അടക്കം വരുന്നു. സർക്കാർ ഇടപെടലിൽ ഷെറിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഈ കേസ് ഷെറിൻ്റെ പുറത്തേക്കുള്ള വാതിൽ അടയ്ക്കാനിടയുണ്ടോ സജോ? ഹാഷ്മി, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അവർക്ക് ഇത്തരം ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലും ജയിൽ ഉപദേശക സമിതി ശിക്ഷാ ഇളവിനുള്ള ശുപാർശ നൽകണമെങ്കിൽ വനിതാ തടവുകാരി എന്നത് പരിഗണിച്ചു. 14 വർഷം ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി. ഇത്തരം കാരണങ്ങൾ, നിയമപരമായ കാരണങ്ങളും അല്ലാതെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ശുപാർശയടക്കം ഉള്ളത്. മന്ത്രിസഭയും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് ആ വിഷയത്തിൽ അതിൽ ഈ പുതിയ ഡെവലപ്മെൻറ്റ് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുകയും അതൊരു ആക്ഷേപമായും വരികയും ചെയ്യണമായിരിക്കാം. സ്വാഭാവികമായും ഗവർണറുടെ പരിഗണനയ്ക്ക് കൂടിയും അത് പോവുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. പക്ഷേ അപ്പോഴും ഏറ്റവും ഒടുവിൽ സാധാരണഗതിയിൽ ഒരു ജയിൽ മോചനത്തിനോ അല്ലെങ്കിൽ ശിക്ഷാ ഇളവിനൊക്കെ സാഹചര്യം ഒരുങ്ങുമ്പോൾ തടവുകാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു പെരുമാറ്റമല്ലല്ലോ ഇത്. അപ്പോൾ അക്കാര്യത്തിൽ അത്ര അമിതാത്മവിശ്വാസമുണ്ടോ? നേരത്തെ ഒരു സഹതടവുകാരിയുടെ തന്നെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടതാണ്. അതൊരു ആരോപണ സ്വഭാവത്തിലുള്ളതാണ്. ഷെറിൻ ജയിലിൽ എങ്ങനെയാണ് പെരുമാറിയത്, അപ്പോൾ അവർക്ക് എന്തുമാത്രം സഹായങ്ങൾ ജയിലിനകത്ത് ലഭ്യമായി തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് ആ സഹതടവുകാരി ഉന്നയിച്ചത്. സമാനമായി പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇവർക്കെതിരെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും അത് അവർ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരം കേസുകൾ കൂടി ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പുതിയ റിപ്പോർട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ പഴയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മോചനത്തിന് വഴിയൊരുങ്ങുമോ, ശിക്ഷാ ഇളവിന് വഴിയൊരുങ്ങുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ജയിൽ ഉപദേശക സമിതി ആ കാര്യത്തെ പൂർണ്ണമായും ആ ഘട്ടത്തിൽ അന്ന് ഈ തീരുമാനം വിവരങ്ങൾ പുറത്തായതിന് പിന്നാലെ അവർക്ക്
മോചനത്തിന് അല്ലെങ്കിൽ ശിക്ഷാ ഇളവിന് അവസരം ഒരുങ്ങുന്നു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആ ശുപാർശ നൽകിയതിനെക്കുറിച്ച് ജയിൽ ഉപദേശക സമിതിക്ക് വേണ്ടി ആ ജയിൽ ഉപദേശക സമിതി അംഗം ഉൾപ്പെടെ അന്ന് നിലപാട് വ്യക്തമാക്കിയത് അവർക്ക് അതിനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, മാനസാന്തരപ്പെട്ടു, നിയമപരമായി പരിശോധിച്ചാലും കൊടുക്കാം എന്നൊക്കെയായിരുന്നു വാദിച്ചത്. അങ്ങനെ അത് പരിഗണനയിൽ ഇരിക്കുന്നു. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം മാത്രം ബാക്കിയായിരിക്കവേ ജയിലിൽ കഴിയുന്ന ഈ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ശിക്ഷ അനുഭവിച്ചു പോരുന്നതുമാണ്, അങ്ങനെ ഒരാളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ഈ കാര്യം അടക്കം പരിഗണിക്കപ്പെടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓൾമോസ്റ്റ് പുറത്തേക്കുള്ള വാതിൽ തുറന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഷിറിന്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് മാത്രം ആ വാതിൽ അടയുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ അങ്ങനെ പല പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ പരിഗണിച്ച് ഷിറിന് പുറത്തേക്കുള്ള വാതിൽ എന്നത് തന്നെ സർക്കാർ തീരുമാനിച്ചതാണ്. ഇല്ല, ആനിമൽ ഫാം എന്ന് പറഞ്ഞ നോവലിൽ ജോർജ് ഓർവെൽ എഴുതുന്നത് പോലെ സമാർ മോർ ഈക്വൽ എന്ന് പറയുന്നത് പോലെ കുറച്ച് മോർ ഈക്വൽ ആയിരുന്നു. വളരെ VIP പരിരക്ഷയായിരുന്നു തുടക്കകാലം മുതൽ ഷിറിന് കിട്ടിയിരുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ വ്യക്തമാവട്ടെ.